ആറാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 63.73% പോളിംഗ് നടന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പശ്ചിമ ബംഗാൾ 82.71% പേർ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ ഉത്തർപ്രദേശാണ് ഏറ്റവും പിന്നിൽ. ബംഗാളിൽ നിന്നായിരിക്കും BJP ഏറ്റവും വലിയ വിജയം കുറിക്കുക എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. മമതയുടെ തൃണമൂൽ അതിജീവനത്തിന്റെ പോരാട്ടത്തിലാണ് എന്നും മോദി കുറ്റപ്പെടുത്തി. അടുത്ത മാസം 1 നടക്കുന്ന 7ാം ഘട്ട പോളിംഗിൽ 9 മണ്ഡലങ്ങളിലേക്കാണ് ബംഗാളിൽ തെരഞ്ഞെടുപ്പ്. 7ാം ഘട്ട പോളിംഗ് നടക്കുന്നതിനാൽ ഇന്ത്യ ബ്ലോക്കിന്റെ 1-ാം തീയതി ചേരുന്ന യോഗത്തിൽ മമത പങ്കെടുക്കാൻ സാധ്യതയുമില്ല. ഇന്ത്യ ബ്ലോക്കിന്റെ അവിഭാജ്യ ഘടകമാണ് തങ്ങളെന്ന് എന്നാൽ TMC വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഭരണം നിലനിർത്താൻ ബംഗാളിലും ഒഡീഷയിലും കാര്യമായ മുന്നേറ്റമുണ്ടാക്കാൻ BJPക്ക് കഴിയേണ്ടതുണ്ട്. വടക്കേ ഇന്ത്യയിലും പടിഞ്ഞാറേ ഇന്ത്യയിലും നഷ്ടമാകുന്ന സീറ്റുകൾ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് സമാഹരിക്കാമെന്നാണ് BJPയുടെ പ്രതീക്ഷ. KVS ഹരിദാസ് BJP, KP നൌഷാദ് അലി കോൺഗ്രസ്, M പ്രകാശം മാസ്റ്റർ CPIM. ആദ്യം KVS ഹരിദാസ്, ബംഗാളിൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുമ്പോൾ വടക്കേ ഇന്ത്യയിൽ പടിഞ്ഞാറേ ഇന്ത്യയിൽ വലിയ നഷ്ടമുണ്ടാകും എന്ന് തന്നെയല്ലേ BJP കരുതുന്നത്? അല്ല നികേഷ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നിരീക്ഷണം താങ്കളെ പോലുള്ളവർ നടത്തുന്നതെന്ന് എനിക്കിപ്പോഴും ബോധ്യമാവുന്നില്ല. പടിഞ്ഞാറൻ ഇന്ത്യയിൽ ഒരു കാരണവശാലും BJPക്ക് ഒരു വീഴ്ചയും സംഭവിക്കാൻ പോകുന്നില്ല. ഏത് തരത്തിലെ മഹാരാഷ്ട്ര പെടുന്നുണ്ടെങ്കിൽ പോലും മഹാരാഷ്ട്രയിലെ ഒരു 45 സീറ്റെങ്കിലും നേടാൻ NDAക്ക് കഴിയുമെന്നതാണ് ഞങ്ങളുടെയൊക്കെ വിലയിരുത്തൽ. ഞാൻ വേണമെങ്കിൽ നികേഷിനൊരു വീഡിയോ അയച്ചു തരാം. ശരത് പവാർ പ്രസംഗിക്കുന്ന ഒരു മഹാസമ്മേളനത്തിന്റെ വീഡിയോ ആണ്. അതിൽ എത്ര പേരുണ്ട് എന്ന് നോക്കിയാൽ താങ്കൾക്ക് അവിടുത്തെ ഒരു മൂഡ് ഓഫ് ദ പീപ്പിൾ മനസ്സിലാവും. ഇനി മഹാരാഷ്ട്രയിൽ എന്തെല്ലാം സംഭവിച്ചാലും ബരാമതി പോലുള്ള അദ്ദേഹത്തിന്റെ കോട്ടയിൽ, പവാറിന്റെ കോട്ടയിൽ പോലും ഇത്തവണ ജീവൻ മരണ പോരാട്ടമാണ്. ബരാമതി എന്ന് പറയുന്ന ഒരു ലോക്സഭാ മണ്ഡലം അല്ലല്ലോ. ബരാമതി ഇതുവരെ കൈകാര്യം ചെയ്തിരുന്നത് അജിത് പവാറാണ്. അജിത് പവാർ സ്വന്തം ഭാര്യ അവിടെ നിർത്തിയിരിക്കുന്നു, പവാറിന്റെ മകൾ എന്ന എതിർ സ്ഥാനാർത്ഥിക്കെതിരെ. അവിടെ സ്വാഭാവികമായിട്ടും നല്ല ഫൈറ്റുണ്ടാകും. കാരണം അജിത് പവാർ ഇത്രയും കാലം മെയിൻറ്റെയിൻ ചെയ്ത ഒരു സീറ്റിൽ അജിത് പവാർ സ്വന്തം നിലക്ക് അവിടെ മാത്രമാണ് അജിത് പവാർ ശ്രദ്ധ നോക്കൂ. 48-ൽ 41 2019. ഇത്തവണ 48ന്റെ പകുതിയിൽ താഴെ BJP വീഴും എന്നുള്ളതാണ് നിരീക്ഷണ മതം. KVS ഹരിദാസ്, നമ്മുടെ ഇപ്പോൾ പ്രധാനമായും ഈ എക്സിറ്റ് പോൾ വരുന്നതിന് മുമ്പ് പ്രമുഖരായിട്ടുള്ള നിരീക്ഷകർ, പ്രമുഖരായിട്ടുള്ള സിഫോളജിസ്റ്റുകൾ അവർ ഏകകണ്ഠമായി പറയാണ് വലിയ ആൻറ്റി ഇൻകംബൻസി, ഈ മോദി ഷായുടെ ആൻറ്റി ഇൻകംബൻസി ഏറ്റവും കൂടുതൽ നേരിടുന്നത് മഹാരാഷ്ട്രയിലാണ് എന്ന്. അല്ല നികേഷ്, ഒന്ന് ഞാൻ പൂർത്തിയാക്കട്ടെ. നിങ്ങൾ ഓരോ വാചകത്തുമ്പിലും നിങ്ങളുടെ നിരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നാൽ ഈ ചർച്ച എവിടെയും എത്തൂല. ആദ്യത്തെ റൗണ്ട് തുടങ്ങുന്നല്ലേ ഉള്ളൂ നമ്മൾ. അതിനു മുമ്പ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സാഹസത്തിന് മുതിരണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരു കാര്യം വ്യക്തമാക്കാം. ഞങ്ങൾക്ക് ഒരു ആശങ്കയും, അതെ, ആദ്യത്തെ റൗണ്ട് ഉഷാറാകുന്നത് ഇത്തരത്തിൽ ഇടപെടൽ കൊണ്ടാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. എനിക്ക് സംസാരിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ നികേഷ് ഇടപെടാൻ തീരുമാനിച്ചാൽ എനിക്ക് വേറൊന്നും പറയാനില്ല ഇതിനകത്ത്. ഈ ചർച്ചയിൽ ഞാൻ കഴിഞ്ഞ ദിവസവും ആ കാര്യം സൂചിപ്പിച്ചതാണ്. താങ്കൾ വിശദമായി ഇനി താങ്കളുടെ അവസരത്തിന്റെ കണക്ക് പറ. എന്റെ KVS എല്ലാ ദിവസവും ഇത് പറയല്ലേ, പ്ലീസ് പറഞ്ഞോളൂ, തുടരൂ. അല്ലെന്ന് ഇത് ഞാൻ തുടങ്ങട്ടെ. ഒരു വാചകം പൂർത്തിയാക്കാൻ അങ്ങ് സമ്മതിക്കുന്നില്ല എന്നെ. എത്ര കാലമായിട്ട് എല്ലാ ചർച്ചകളിലും നമ്മൾ തമ്മിലുള്ള കോൺവെർസേഷൻ ഇതാണ്. 5 മിനിറ്റ് അതിനങ്ങ് പോവാണ്. അത് പോട്ടെ. അപ്പോൾ എൻ്റെ ഒരു നിരീക്ഷണം, ഇത്തരത്തിലുള്ള ചില മാധ്യമ പ്രവർത്തകരുടെ, ചില മാധ്യമങ്ങളുടെ നിരീക്ഷണങ്ങൾ പല സ്ഥലത്തും കാണുന്നുണ്ട്. ഞാൻ ഇല്ല എന്നൊന്നും പറയുന്നില്ല. അത് ഉണ്ടാകുന്നുണ്ട്. എസ്പെഷ്യലി കേരളത്തിലെ മാധ്യമങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ ദേശീയ തലത്തിൽ നരേന്ദ്രമോദിയെ കെട്ടുകെട്ടിക്കും എന്ന് പ്രവചിക്കുന്നേ. നിങ്ങൾക്കൊക്കെ ഒരു കാര്യം ഞാൻ ഉറപ്പ് നൽകാം. ഈ ജൂൺ 4-ാം തീയതി ഒരു സംശയം വേണ്ട, നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റും.
നിങ്ങളുടെ പ്രവചനങ്ങൾ മുഴുവൻ തെറ്റും. അവിടെ ഒരു ഉപചോദ്യമുണ്ട്. ഇത് മാധ്യമപ്രവർത്തകര് നിരീക്ഷണം നടത്തുന്നതല്ല. എന്റെ ചോദ്യമാണ്. മാധ്യമപ്രവർത്തകർക്ക് എന്താ നിരീക്ഷണം നടത്താനുള്ള അവകാശം? അവര് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് വരും, അതിനപ്പുറത്തേക്ക് അവർക്ക് നിരീക്ഷണം നടത്താനില്ല. ചില സിഫോളജിസ്റ്റുകൾ പറയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് BJPയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് പ്രശാന്ത് കിഷോർ പറയുന്നു, അതുപോലെ തന്നെ മറുഭാഗത്ത് ഇന്ത്യ ബ്ലോക്കിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് യോഗേന്ദ്ര യാദവ് പറയുന്നു. ഈ യോഗേന്ദ്ര യാദവ് പറയുന്നതും പ്രശാന്ത് കിഷോർ പറയുന്നതും ഏതാണ്ട് ഒന്ന് തന്നെയാണ്. പ്രശാന്ത് കിഷോർ പറയുന്നത് BJPക്ക് വടക്കേ ഇന്ത്യയിലും പടിഞ്ഞാറേ ഇന്ത്യയിലും 50 സീറ്റുകൾ നഷ്ടപ്പെടുമെന്നാണ്. എന്നാൽ അത് തെക്കേ ഇന്ത്യയിലും കിഴക്കേ ഇന്ത്യയിലും വെച്ച് മാനേജ് ചെയ്തോളുമെന്നാണ്. തെക്കേ ഇന്ത്യയിലും കിഴക്കേ ഇന്ത്യയിലും മാനേജ് ചെയ്യില്ല എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട്, കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ രണ്ടുപേരും പറയുന്നത് ഒരേ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത് മാധ്യമ പ്രവർത്തകരുടെ ഒരു ഊഹാപോഹം എന്ന് പറയല്ലേ, സത്താ മാർക്കറ്റിന്റെ പ്രഡിക്ഷൻ എന്ന് പറയല്ലേ, ഇത് സിഫോളജിസ്റ്റുകളുടെ വിശകലനമാണ്. KVS, ഞാൻ നികേഷ് പറഞ്ഞത് ഞാൻ വേണമെങ്കിൽ അംഗീകരിക്കാം. ഈ യോഗേന്ദ്ര യാദവൊക്കെ ഈ പണി നിർത്തി പോകേണ്ട കാലം കുറയായില്ലേ? എന്തെല്ലാം നാടകങ്ങൾ അങ്ങേര് കളിച്ചുകൂടെ? ഇപ്പം ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സെഫോളജിസ്റ്റായിട്ട് രംഗത്ത് വരും. ഇത് കഴിഞ്ഞാൽ വേറെ ചില വേഷം കെട്ടാൻ തുടങ്ങും. ഇവരൊക്കെ ഈ സെഫോളജി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു സയന്റിഫിക് സ്റ്റഡിയാണ്. അത് ചെയ്യുന്ന ഏജൻസീസ് ഇവിടെയുണ്ട്. പ്രദീപ് ഗുപ്തയെ പോലുള്ളവരുണ്ട് മൈ ആക്സിസ് ഇന്ത്യയുടെ. അവരെന്താ പറഞ്ഞത്? ഞാൻ രാജ്യം മുഴുവൻ യാത്ര ചെയ്തു. 2019 നിന്ന് വിഭിന്നമായ ഒരു ചിത്രം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, എനിക്ക് സീറ്റ് ഇപ്പോൾ പറയാൻ പറ്റൂല, കാരണം ഇലക്ഷൻ കമ്മീഷന്റെ ബാനുണ്ട്. സോ ഐ വിൽ ഹാവ് ടു വെയിറ്റ് ടിൽ ദ ഈവനിങ് ഓഫ് 1 ജൂൺ എന്ന് പറഞ്ഞത് പ്രദീപ് ഗുപ്തയാണ്. അദ്ദേഹം ഇന്ത്യയിലെ അറിയപ്പെടുന്ന സെഫോളജിസ്റ്റാണ്. 2019 തെരഞ്ഞെടുപ്പ് കൃത്യമായിട്ട് പ്രവചിച്ച ആളാണ്. കഴിഞ്ഞ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പുകൾ വ്യക്തമായിട്ട് പ്രവചിച്ച ആളാണ്. അങ്ങനെയുള്ളവരുടെ നിരീക്ഷണങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടന്നിട്ടുണ്ട്. അതൊന്നും നിങ്ങളാരും കാണുന്നില്ല. നിങ്ങൾ ഈ എഴുതി തള്ളപ്പെട്ട ഒരാൾക്കും വേണ്ടാത്ത ഒരു വിഭാഗം സോകോൾഡ് സെഫോളജിസ്റ്റ് വെച്ചിട്ട് അവരുടെ നിരീക്ഷണങ്ങൾ തലയിലേറ്റിക്കൊണ്ട് എന്നിട്ട് പറയുന്നത് എന്താ? ചാനലുകളിൽ വന്നിട്ട് ഞാൻ മോഡി വിരുദ്ധനാണ്, മോഡി ജയിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ്, ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇത്തവണ മോഡി ജയിക്കില്ല, ഇങ്ങനെ പറയുന്ന എത്രയോ അത് ശരിയാണ് താങ്കൾ പറയുന്നത്. ഇപ്പൊ യോഗേന്ദ്ര യാദവ് ഇന്ത്യ ബ്ലോക്കുമായി ചേർന്ന് നിൽക്കുന്നയാളാണ്, ഒരു സംശയവുമില്ല അക്കാര്യത്തില്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ 1ാം ഘട്ടത്തിലും 2ാം ഘട്ടത്തിലും യോഗേന്ദ്ര യാദവും ഒപ്പമുണ്ടായിരുന്നു. പക്ഷേ യോഗേന്ദ്ര യാദവ് റിസ്ക് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കൂടി വിശ്വാസ്യതയാണ്. അദ്ദേഹം പറയാണ് 240-നും 250-നും ഇടയിൽ BJPയുടെ അംഗസംഖ്യ, എന്നാൽ NDAക്ക് ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന്. ഏതാണ്ട് സമാനമായ 250-നും ഇടയിൽ തന്നെയുള്ള സംഖ്യയാണ് ആര് പറയുന്നത്? BJPയോടൊപ്പം ഇപ്പം നിൽക്കുന്ന പ്രശാന്ത് കിഷോർ പറയുന്നത്. പ്രശാന്ത് കിഷോർ പക്ഷേ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, നഷ്ടപ്പെടുന്നത് ഈ മേഖലയിൽ നിന്നാണെങ്കിൽ കിട്ടാനുള്ളത് ഈ മേഖലയിലാണ് എന്നുള്ളതാണ്. ആ മേഖലയിൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതായിരുന്നു എൻ്റെ അക്കാര്യത്തിലുള്ള വാദം. തുടരുക KVS, ഞാൻ അങ്ങയിലേക്ക് വരാം. KP നൗഷാദ് അലി, നോക്കൂ, ഇവിടെ നരേന്ദ്രമോദി ഇന്ന് ഖണ്ഡിതമായി ബംഗാളിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ബംഗാളിലാണ് ഏറ്റവും വലിയ വിജയം BJP ഇത്തവണ ഉണ്ടാക്കാൻ പോകുന്നത്. നോക്കൂ, ബംഗാളിൽ 18-ൽ നിന്ന് ഒരുപക്ഷെ തൃണമൂൽ കോൺഗ്രസിനേക്കാൾ ഉയർന്ന നിലയിലേക്ക് BJPക്ക് ഉയരാൻ സാധിക്കുകയാണെങ്കിൽ അത് വലിയ മാറ്റമായിരിക്കും. ഒന്നാമത്തെ കാര്യം, ബംഗാൾ പിടിച്ചെടുക്കാൻ BJPക്ക് കഴിയുമെന്ന് മാത്രമല്ല, ദേശീയ തലത്തിൽ BJPക്ക് നഷ്ടപ്പെടുന്ന, മറ്റു മേഖലകളിൽ നഷ്ടപ്പെടുന്ന സീറ്റുകൾ കോമ്പൻസേറ്റ് ചെയ്യാൻ ബംഗാളിനെ കൊണ്ട് സാധിക്കും. KP നൗഷാദ് അലി, നികേഷ്, ഈ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അങ്ങനെയല്ലാതെ മറ്റൊന്നും പറയുക വഴിയില്ല. അവിടെ 18 സീറ്റ് നിലവിൽ BJP ജയിച്ചിട്ടുണ്ട്. ഇനി അവിടെ BJP മുന്നേറ്റമുണ്ടാക്കി എന്ന് തന്നെ കരുതുക. പരമാവധി അതിനൊരു എൻഡില്ലേ? ഏതുവരെ BJP ജയിക്കുമെന്നുള്ളത് ബംഗാളിനെ വെച്ചൊക്കെ നമുക്കൊരു ഊഹമുണ്ട്. ബംഗാളിൽ BJP സ്ഥിതി മെച്ചപ്പെടുത്തുന്ന സാഹചര്യത്തിൽ പോലും അവർക്ക് കിട്ടാവുന്ന പരമാവധി സീറ്റുകൾ എവിടെ വരെ എത്തി നിൽക്കുമെന്ന് നമുക്കറിയാം. അതിന് ആനുപാതികമായിട്ട് തെക്കേ ഇന്ത്യ തൊട്ടങ്ങ്
വടക്കേ ഇന്ത്യയിലുടനീളം BJPക്ക് വിവിധങ്ങളായ ഇടങ്ങളിൽ നിന്ന് സീറ്റ് കുറയുന്നുണ്ട്. അതുകൊണ്ട് ബംഗാൾ വെച്ചുകൊണ്ട് എല്ലാത്തിനെയും കവച്ചു വെക്കാമെന്നൊരു ഒരു ചിന്തയുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഏതായാലും ജൂൺ 4-ന് റിസൾട്ട് വരും. അതുവരെ എല്ലാവർക്കും വിജയം അവകാശപ്പെടാം. പക്ഷെ ഞാൻ ചില പൊതുവായിട്ട് ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ ഇടയില്ലാത്ത ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ നരേന്ദ്രമോദി 2ാം ഘട്ടം തൊട്ട് വ്യക്തമായ ധ്രുവീകരണത്തിന് വേണ്ടി എന്തൊക്കെ നെറേറ്റീവ് ഉയർത്തി. മൻമോഹൻ സിംഗിൻ്റെ വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രസംഗം, മുസ്ലിങ്ങളെപ്പറ്റി ഉടനീളം പഴിവാക്കുകൾ പറഞ്ഞ അവസാനം അത് മുജ്റ ഡാൻസിൽ എത്തി നിൽക്കുകയാണ്. അങ്ങനെയുള്ള അശ്ലീലം വരെ പ്രധാനമന്ത്രി പറയുന്നു. ഇതിലേതെങ്കിലും ഒന്ന് ഈ രാജ്യത്ത് ചർച്ചയായോ എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. ഈ രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായിട്ട് ഇവിടുത്തെ ജീവസന്ധാരണ പ്രശ്നങ്ങളും വിഷയങ്ങളും ഭരണവിരുദ്ധതയും തന്നെ ഇവിടെ വലിയ തോതിൽ മുഴച്ചു നിൽക്കുന്നുണ്ട്. ഞാൻ അത്തരം കാര്യങ്ങൾ മുൻനിർത്തിയാണ് BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള എൻ്റെ ഒരു പ്രത്യാശ നിങ്ങളുടെ മുമ്പാകെ പങ്കുവെക്കുന്നത്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഒന്നോർത്ത് നോക്കണം. പഴയ കാലത്ത് നരേന്ദ്രമോദിയെ നീച്ച് ആദ്മി, നരേന്ദ്രമോദിയെ ചായ് വാല എന്നൊക്കെ മണിശങ്കർ അയ്യർ വിളിച്ചത് തെരഞ്ഞെടുപ്പിലുടനീളം ചർച്ചയായിരുന്നു. വലിയ നരേറ്റീവും വലിയ സെന്റിമെന്റ്സും ഉണ്ടാക്കിയിരുന്നു. അതിനു മുമ്പ് മൗത്ത് കി സൗദാഗർ എന്ന് സോണിയാഗാന്ധി നരേന്ദ്രമോദിയെ വിളിച്ചിരുന്നു. മർച്ചന്റ് ഓഫ് ഡെത്ത് എന്ന മരണത്തിന്റെ വ്യാപാരി. അതിന് നരേന്ദ്രമോദി വലിയൊരു കണ്ണീർപ്പാടമാക്കി, ഒരു ഹിന്ദു സാമ്രാട്ടാക്കി, അതിൻ്റെ പേരിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന പഴിയാക്കി മാറ്റി തെരഞ്ഞെടുപ്പിൽ വിജയം കൊയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു നെറേറ്റീവുകളും ഏശാത്തതിന് കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരിത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിൻ്റെ സൂചനയാണ്. ആ യാഥാർത്ഥ്യം മുൻനിർത്തിയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ചില ആവേശകരമായ ആദ്യ തെരഞ്ഞെടുപ്പിൽ 2014 തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ചായ് വാല എന്നുള്ളതിൽ സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ അതൊരു വലിയ ക്യാമ്പയിൻ തന്നെയായിരുന്നു. താങ്കൾ ശരിയാവണ്ണം സൂചിപ്പിച്ചതുപോലെ തന്നെ 2019 എത്തുമ്പോഴേക്കും ഒരു ഹിന്ദു നാഷണലിസത്തിൻ്റെ പുറത്തും മാത്രമല്ല നരേന്ദ്രമോദി 56 ഇഞ്ചുള്ള ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ, ഒരു പ്രൊട്ടക്ടർ എന്നുള്ള നിലയിലും വലിയൊരു ക്യാമ്പയിൻ ഉയർത്തിവിടാൻ സാധിച്ചിരുന്നു. പക്ഷേ 2024 അദ്ദേഹം ഒരു ദൈവികമായ പരിവേഷമാണ് ഉയർത്തുന്നത്. അതൊന്നും വെറുതെ യാദൃച്ഛികമായി സംഭവിക്കുന്നതാണെന്ന് കരുതാൻ വയ്യല്ലോ. അല്ല, ദൈവികമായ പരിവേഷം നരേന്ദ്രമോദി സ്വയം ചാർത്തുകയാണ്. അല്ലാതെ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ മേൽ അത് ആരോപിക്കുകയോ അത്തരത്തിലൊരു വിശ്വാസ സംഹിതയൊക്കെ എവിടെയെങ്കിലും ഉരുത്തിരിയുകയോ ഒന്നും അല്ലല്ലോ ചെയ്യുന്നത്. അദ്ദേഹം സ്വയം അവകാശപ്പെടുകയാണ്. ഇങ്ങനെ സ്വയം അവകാശപ്പെട്ടൊരു പരിഹാസ്യനാവുന്നു എന്നതിൽ കവിഞ്ഞ് അത് എവിടെയെങ്കിലും ഒരു എക്കോ, പ്രതിധ്വനികൾ സൃഷ്ടിക്കുന്നു എന്ന് നികേഷിന് അഭിപ്രായമുണ്ടോ? അദ്ദേഹം പറയുന്നു കുറെ പേര് എക്കോ ഉണ്ടോ അല്ലെങ്കിൽ അതിന് പ്രതിധ്വനി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. നോക്കൂ, 70കളിൽ ഇന്ദിരാഗാന്ധി അവകാശപ്പെട്ടതാണ്. ഇന്ദിരാഗാന്ധിയിലെ അല്ലെങ്കിൽ ആരോപിച്ചിട്ടുള്ള കാര്യമാണിത്. മാതൃക അല്ല, ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം 70കൾ അത് അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യൻ പാർലമെന്റിൽ പ്രസംഗിച്ചതാണ് അഭിനവ ദുർഗ എന്ന്. അല്ലാതെ അവകാശപ്പെട്ടിട്ടില്ല. അത് വേറെ വിഷയം. പിന്നെ അല്ല, അദ്ദേഹം സമ്മതിക്കാതിരിക്കാം, അദ്ദേഹത്തിൻ്റെ കാര്യം. പക്ഷേ ഞാൻ ഒരു കാര്യം കൂടി പിന്നെ നികേഷോട് പറഞ്ഞു. ഇവിടെ 977 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള അവരുടെ ക്യാബിനറ്റിലെ മുഴുവൻ അംഗങ്ങളെയും ഈ പറഞ്ഞ സോക്കാൾഡ് നിരക്ഷരരായ ഉത്തരേന്ത്യൻ ഗ്രാമീണർ തോൽപ്പിച്ചു കളഞ്ഞല്ലോ. ഇന്ത്യൻ ജനാധിപത്യത്തിന് നികേഷ് അതിനൊരു ആന്തരിക ശക്തിയുണ്ട്, അതിനൊരു കരുത്തുണ്ട്. അത് പ്രകടമാകേണ്ട സമയത്ത് ഇടങ്ങളിൽ പ്രകടമാവുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ശരി, പ്രകാശ് മാസ്റ്റർ, ഒരു ആന്തരിക ശക്തി ഇന്ത്യൻ ജനാധിപത്യത്തിലുണ്ട്, അത് പ്രകടമാകും എന്നുള്ളതാണ് KP നൗഷാദ് അലിയുടെ കോൺഗ്രസിന്റെ പ്രതീക്ഷ. 1-ാം തീയതി ഇന്ത്യ ബ്ലോക്കിന്റെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. പക്ഷേ മമതാ ബാനർജി അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി ആകേണ്ടത് ഒരുപക്ഷെ മമതയോ അല്ലെങ്കിൽ സ്റ്റാലിനോ ആണ്. അത് സ്റ്റാലിൻ എന്തായാലും പങ്കെടുക്കും. വളരെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് സ്റ്റാലിൻ മുന്നോട്ട് പോകുന്നത് നമ്മൾ വളരെ കൺസിസ്റ്റൻ്റായി കാണുന്നതാണ്. പക്ഷെ മമതയുടെ കാര്യത്തിൽ ആ കൺസിസ്റ്റൻസി ഇല്ലല്ലോ. പ്രകാശ് മാസ്റ്റർ, നിങ്ങളുള്ള മീറ്റിങ്ങുകളിൽ മമതയ്ക്ക് ഈക്കപ്പൊറുതിയില്ല എന്നുള്ള അവസ്ഥയുണ്ട്. ഞാനാണ് ഇന്ത്യ ബ്ലോക്കിൻ്റെ പേര് നിശ്ചയിച്ചിട്ടുള്ളത്, ഞാനാണ് ഇന്ത്യ ബ്ലോക്കിനെ ഒരു ജെല്ലായി മാറിയിട്ടുള്ളത്. പക്ഷേ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, യോഗം നിയന്ത്രിക്കുന്നത് സീതാറാം യെച്ചൂരിയാണെന്ന പരാതി അവർക്ക് ദീർഘകാലമായി ഉണ്ട്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവുമുള്ള ഇന്ത്യൻ രാഷ്ട്രീയ നിലയെ പരിശോധിക്കുന്ന ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും പകൽ വെളിച്ചം പോലെ കാണാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം,
നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള പ്രതിപക്ഷ സഖ്യം ശക്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യ സഖ്യത്തെ എഴുതിത്തള്ളാൻ വേണ്ടി കഴിയും എന്നുള്ളതിലൊക്കെ ആയിരുന്നല്ലോ നരേന്ദ്രമോദിയും BJPയും തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 400 സീറ്റുകൾ ലഭ്യമാകും എന്ന് പറയുന്നതിൻ്റെ ഉള്ളടക്കം അതാണ്. എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം പ്രതിപക്ഷ രംഗത്തുണ്ടായിട്ടുള്ള വലിയ ഐക്യം, തെരഞ്ഞെടുപ്പ് ആരംഭിച്ചതിന് ശേഷമുള്ള വിവിധ ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പിനുണ്ടായിട്ടുള്ള പൊതുവായ ചിത്രം, ഇതെല്ലാം തന്നെ ഇന്ത്യ സഖ്യം കുറെ കൂടി കരുത്തോടെ മുന്നോട്ടേക്ക് വരുന്നു എന്നുള്ളത് സാർവത്രികമായി അംഗീകരിക്കപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്നു മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് ശേഷം എന്താണ് നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് കാണാനാവുന്നത്? മൗലികമായ വിഷയങ്ങളിലടക്കം നരേന്ദ്രമോദി കോടതികളിൽ നിന്നുൾപ്പെടെ തിരിച്ചടി നേരിടുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയം ഉയർന്നു വന്നത് അതിനുശേഷമാണ്. അതുപോലെ തന്നെ നമ്മുടെ നവമാധ്യമങ്ങളുടെ അതിന് മേലെയെല്ലാം തന്നെ സെൻസറിങ് ഏർപ്പെടുത്താനുള്ള നീക്കം അത് അന്യായമാണ് എന്ന് പറഞ്ഞത് അതിനുശേഷമാണ്. അതുപോലെ തന്നെ ഡൽഹി മുഖ്യമന്ത്രിയുടെ ജാമ്യവുമായി ബന്ധപ്പെട്ട കാര്യം വന്നത് അതിനുശേഷമാണ്. ഇങ്ങനെ ഒന്നിനു പിറകെ മറ്റൊന്നായിട്ട് നരേന്ദ്രമോദി ഗവൺമെൻറ് ഏറ്റിരിക്കുന്ന കടുത്ത ആഘാതങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് നല്ലതുപോലെ അവരുടെ ശ്രദ്ധ തിരിച്ചുവിട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ പാർലമെൻ്ററി ജനാധിപത്യവും ഇന്ത്യയിലെ മതനിരപേക്ഷതയും ഇന്ത്യയിലെ ഫെഡറലിസവും എല്ലാം തന്നെ കടുത്ത വെല്ലുവിളിയിലാണെന്നും അതിനെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നല്ലതുപോലെ ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളത് യോഗേന്ദ്ര യാദവ് അടക്കം പറയുന്നത് NDAക്ക് ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. നോക്കൂ, ഇന്ത്യ ബ്ലോക്കിനോടൊപ്പം അലിഞ്ഞു ചേർന്ന് നിൽക്കുന്ന സിഫോളജിസ്റ്റ് ആയിട്ടുള്ള യോഗേന്ദ്ര യാദവ് ഈ NDAക്ക് ഭൂരിപക്ഷം കിട്ടും. ഇനി അഥവാ ഇന്ത്യ ബ്ലോക്കിന് ഭൂരിപക്ഷം കിട്ടി ഇവരുടെ പ്രവചനത്തിന് അപ്പുറത്തേക്ക് കൂട്ടാടിയായിരിക്കില്ലേ ഒന്നാമത്തെ ദിവസം ശ്രീ എം പ്രകാശ് മാസ്റ്റർ? ഇതിൽ ഇപ്പം നേരത്തെ VP സിംഗിൻ്റെ ഗവൺമെൻറ് വന്നിട്ടുള്ളൊരു പശ്ചാത്തലം നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും. ആ തെരഞ്ഞെടുപ്പ് കാലത്ത് യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്ത് ഒരു സഖ്യം തെരഞ്ഞെടുപ്പിന് മുമ്പ് രൂപീകരിക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ രാജ്യം നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഒരു സഖ്യം ഐക്യത്തോട് ഉയർന്നു വരാനും ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാനും ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളത് നമുക്കെല്ലാം നമ്മുടെ മുമ്പിലൊരു യാഥാർത്ഥ്യമാണ്. ഇന്ന് ഇന്ത്യ രാജ്യം നേരിടുന്ന ഗുരുതരമായ വിപത്ത് ഇന്ത്യയിൽ 75 വർഷക്കാലമായി നിലനിൽക്കുന്ന അടിസ്ഥാനപരമായിട്ട് ഇന്ത്യയുടെ ഘടന അത് ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതാണ് പ്രതിപക്ഷ ഐക്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാതൽ. അത് ശക്തിപ്പെടുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളിൽ ഒരു സംശയമുണ്ട്. രാഷ്ട്രീയ പാർട്ടിക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണ്. പക്ഷേ ഈ മൗലികമായ പ്രശ്നത്തിന് മേലെ യോജിക്കാനുള്ള കരുത്ത് കൂടുതൽ ശക്തമായിട്ട് വരുന്നു. അതാണ് ഇന്ത്യ സഖ്യത്തിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. മാത്രമല്ല, എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഈ കാലമത്തിന് ഉന്നയിക്കാത്ത രൂപത്തിൽ തനി വർഗീയത പ്രചരിപ്പിക്കാൻ ഇടയാവുന്ന കാര്യം എന്താ? മറ്റൊന്നുമല്ല, തനിക്ക് ഇന്നലെ വരെ പറഞ്ഞതുപോലെ വികസന കാര്യത്തെക്കുറിച്ചോ ഇന്ത്യ സാമ്പത്തികമായിട്ട് മുന്നേറുന്നു എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചോ പറഞ്ഞാൽ അധികാര കസേര സ്വായത്തമാക്കാനാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഒരു പ്രധാനമന്ത്രി ഉന്നയിച്ചിട്ടില്ലാത്ത വാദങ്ങൾ. ഒരൊറ്റ കാര്യം കൂടി ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇതുപോലെ നിർലജ്ജമായിട്ട് തങ്ങളുടെ രാഷ്ട്രീയ ചട്ടുകമായിട്ട് ഉപയോഗിക്കാൻ നരേന്ദ്രമോദി പ്രേരിപ്പിക്കുന്നത് എന്താ? നിരവധി പരാതികൾ ഉന്നയിക്കപ്പെട്ടല്ലോ നരേന്ദ്രമോദിയെ സംബന്ധിച്ച്, ഒന്നിനും യാതൊരു നടപടിയുമില്ല. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യം ഉന്നയിച്ചാൽ നടപടി ഉണ്ടാവുന്നു. കേരളത്തിലെ മന്ത്രിമാര് ശുചീകരണ യോഗത്തിൽ പങ്കെടുക്കാൻ പാടില്ല, കമ്മീഷൻ പറയുന്നു. എന്നാൽ ഈ രാജ്യത്തിനകത്ത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെ പൂർണ്ണമായി ലംഘിച്ചുകൊണ്ട് നരേന്ദ്രമോദിയും കൂട്ടരും മുന്നോട്ടേക്ക് വരുമ്പോൾ ഹരിദാസ്, ഏറ്റവും ഒടുവിൽ ഞാനിപ്പോൾ ഈ ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് കണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട ഡാറ്റയാണ്. 6ാം ഘട്ട തെരഞ്ഞെടുപ്പ്, അവിടെയും ബംഗാൾ മുന്നിൽ നിൽക്കുന്നുണ്ട് 86%. അതേസമയം UP ഏറ്റവും ഒടുവിലെത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ ശ്രീ KVS ഹരിദാസ്, UP കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ഒരു എന്താ പറയുക ഒരു താല്പര്യമില്ലാത്ത രീതിയിലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ശ്രീ നൗഷാദ് അലി ചൂണ്ടിക്കാണിച്ചല്ലോ, ഇന്ത്യൻ ജനാധിപത്യത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്ന് പറയുന്നത് അവസരോചിതമായി ഒരു ഇടപെടൽ, നമ്മുടെ ആന്തരിക ഇടപെടൽ നടത്താനുള്ള ശക്തി നമ്മുടെ ആന്തരിക ജനാധിപത്യത്തിനുണ്ട് എന്നുള്ളതാണ്. നമുക്ക് 77 തന്നെ ഉദാഹരണം. നമ്മളൊക്കെ 20 സീറ്റ് കൊടുത്തപ്പോൾ ഉത്തർപ്രദേശ് ഇന്ദിരാഗാന്ധി എന്ന സ്വന്തം പുത്രിയെ മുട്ടുകുത്തിച്ചു. നമുക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ RSS വിട്ടു നിൽക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ നിന്ന് വരുന്നുണ്ട്. 2,
യോഗി ആദിത്യനാഥിന് നരേന്ദ്രമോദിക്ക് മൂന്നാമതൊരു ദൗത്യം കൂടി കൊടുക്കാൻ താല്പര്യമില്ല എന്നുള്ള രാഷ്ട്രീയ ആരോപണം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആൻറ്റി ഇൻകംബൻസി, അത് പണപ്പെരുപ്പത്തിൻ്റെ കാര്യത്തിൽ, അതായത് വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിലായാലും തൊഴിലില്ലായ്മയുടെ കാര്യത്തിലായാലും അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുള്ള പല വിഷയങ്ങളിലും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഉത്തർപ്രദേശ് ജനതയാണ്. അപ്പോൾ ആദ്യം ഉന്നയിച്ചിട്ടുള്ള രാമക്ഷേത്രം എന്ന് പറയുന്ന അജണ്ട മാറുകയും പിന്നീട് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ദേശീയ തലത്തിൽ തന്നെ ബാധിക്കാവുന്ന മറ്റു വിഷയങ്ങൾ കൂടി വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിലെ ജനത വോട്ടിൽ നിന്ന് വിട്ടുനിൽക്കുകയാണോ? നികേഷിന് തെറ്റുപറ്റി. നികേഷേ, ഞാൻ ഇതിന് വിശദീകരണം ഇതിനു മുമ്പത്തെ ചർച്ചകളിൽ നികേഷ് കൂടി പങ്കെടുത്ത ഇതിനു മുമ്പത്തെ ചർച്ചകളിൽ ഞാൻ നൽകിയതാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ വോട്ടർമാരെ ഞങ്ങൾക്ക് കിട്ടേണ്ട വോട്ടുകൾ പോൾ ചെയ്യിച്ചു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് കൃത്യമായിട്ട് അളക്കാനുള്ള സംഘടനാ സംവിധാനം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ആശങ്കയുമില്ല. ഉത്തർപ്രദേശിലൊക്കെ സംഭവിച്ചത് നമ്മൾ നിസ്സാരമായിട്ട് കണ്ടുകൂടാ. ഈ സമാജ്വാദി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള മുന്നണിയാണ് നിങ്ങളൊക്കെ പ്രവചിക്കുന്നത് BJPയെ തോൽപ്പിക്കുമെന്ന്. യഥാർത്ഥത്തിൽ അവിടെ സമാജ്വാദി പാർട്ടി മാത്രമേ ഉള്ളൂ. കോൺഗ്രസ് ഉത്തർപ്രദേശിൽ എന്താ ഉള്ളത് നമുക്കൊക്കെ അറിയാമല്ലോ. സാമാന്യ രാഷ്ട്രീയ ബോധമുള്ളവർക്ക് അറിയാം. അതുകൊണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി BSPയും ഒന്നിച്ചാണ്. അല്ല, 2009 അല്ലല്ല 2009 കോൺഗ്രസ് ആണോ 2024 വലിയ വ്യത്യാസം. ഈ ലോകത്തല്ലേ ജീവിക്കുന്നേ? അത് ഉത്തർപ്രദേശില് കോൺഗ്രസ് 86 അധികാരത്തിൽ നിന്ന് പോയതാണ്. വെറുതെ അല്ല, ഞാൻ പറഞ്ഞ കേൾക്കൂ. 2009 നിന്ന് 24 എത്തുമ്പോ കോൺഗ്രസുകാർക്ക് അടിവേര് നഷ്ടപ്പെട്ടിട്ടുണ്ട് 90% മണ്ഡലങ്ങളിലും 90% സ്ഥലങ്ങളിലും. ഇപ്പൊ സമാജ്വാദി പാർട്ടിയുടെ തൊപ്പിൻ തലയിൽ വെച്ചാൽ നടക്കുക കോൺഗ്രസുകാർ ഉൾപ്പെടെ. അത്രേ ഉള്ളൂ അവിടെ. അതുകൊണ്ട് അവർക്ക് സമ്മതിദായകരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ജനങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് അവിടെ ഇവർക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഉത്തർപ്രദേശിൽ നിങ്ങൾ വിചാരിക്കേണ്ട 2019 വലിയ വിജയമായിരിക്കും BJP NDA നേടാൻ പോകുന്നത്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് നികേഷിനെ തൃപ്തിപ്പെടുത്താം. ഈ തെരഞ്ഞെടുപ്പിൽ 4 പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. എൻ്റെ നിരീക്ഷണമാണ് 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിലൊന്ന് നികേഷ് നേരത്തെ പറഞ്ഞു, ബംഗാളിൽ BJP ഉണ്ടാക്കാൻ പോകുന്ന വലിയ മുന്നേറ്റം. എത്രയും ആയിക്കോട്ടെ, BJP അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് മാറും, അല്ലെങ്കിൽ ഏറ്റവും വലിയ കക്ഷിയായിട്ട് മാറുന്ന ചിത്രം നമുക്ക് ജൂൺ 4 കാണാൻ കഴിയും. രണ്ടാമത്തെ ഒറീസയിൽ നവീൻ പട്നായിക്കിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ജനങ്ങൾക്കത് ബോധ്യമുണ്ട്. അവിടെ ഒരു പകരം ഓൾട്ടർനേറ്റീവ് ഇല്ല. ആ ഓൾട്ടർനേറ്റീവായിട്ട് വളർന്നു വരുന്നത് BJP ആണ്. അവിടെ ഒറീസയുടെ ഭരണം BJPയുടെ കൈകളിൽ എത്തിയാൽ പോലും അതിശയിക്കാനില്ല. അത്ര വലിയ വിജയം ഒറീസയിൽ ഇത്തവണ BJP കരസ്ഥമാക്കും. മൂന്നാമത്തേത് ആന്ധ്രാപ്രദേശ്. BJPക്ക് വലിയ ശക്തിയുള്ള കേന്ദ്രങ്ങളൊന്നുമല്ല, സംസ്ഥാനമല്ല. പക്ഷേ കഴിഞ്ഞ തവണ 2019 വോട്ട് ശതമാനം എത്രയാണെന്നറിയാമോ ആന്ധ്രാപ്രദേശിൽ? എത്ര ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു കേൾക്കൂ. ആന്ധ്രാപ്രദേശിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചന്ദ്രബാബു നായിഡു ചന്ദ്രബാബു നായിഡു തോക്കുമ്പോഴും എനിക്ക് മുതലാളിക്കും കൂടെ ശമ്പളം 1 ലക്ഷം, എനിക്ക് 2000 ആണ്, മുതലാളിക്ക് 98,000. ഞാൻ പറയുന്നത് ആന്ധ്രാപ്രദേശിൽ BJPക്ക് പങ്കാളിത്തമുള്ള ഭരണകൂടം ഉണ്ടാകും. BJPയുടെ പിന്തുണയോടെ ഭരിക്കുന്ന ഒരു സർക്കാർ ഉണ്ടാകും. നാലാമത്തേത് ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശിൽ നമുക്കറിയാം 3 സ്വതന്ത്ര MLA BJP ചേർന്നു. 6 കോൺഗ്രസുകാർ കൂറുമാറി എന്ന് പറഞ്ഞ് അവരെ അയോഗ്യരാക്കി. ആ 6 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. ആ 6 മണ്ഡലങ്ങളിലും ഞങ്ങൾ ജയിക്കും. ഞാൻ ഒരു പത്രം വായിച്ചു. ആ പത്രം അത്ര മോശം പത്രമൊന്നുമല്ല. ഹിന്ദു പേര്. അവിടെ ഹിമാചൽ പ്രദേശിലും ടേൺ കോട്സിനെതിരായിട്ടുള്ള ജനവികാരം ആഞ്ഞടിക്കുന്നു എന്ന് അവരെ അനലിറ്റിക്കൽ റിപ്പോർട്ട് എഴുതിയിരിക്കുന്നു.
അല്ല, ഹിന്ദു വായിക്കുന്നതും ദേശാഭിമാനി വായിക്കുന്നതും തമ്മിൽ അങ്ങനെ പറയല്ലേ കെ വി എസ്? ഞാൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് ഹിമാചൽ പ്രദേശിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് ബോധ്യമുണ്ട്, ഹിമാചൽ പ്രദേശിലെ 6 സീറ്റുകളും ആ ബൈ ഇലക്ഷനിൽ ഞങ്ങൾ ജയിക്കും. അതിനർത്ഥം അത് കഴിയുമ്പോൾ ഈക്വൽ ആയിരിക്കും നിയമസഭയിലെ അംഗബലം. അല്ല, അത് പിന്നെ അടുത്തെത്തിയാൽ മതി. നിങ്ങൾക്ക് ബാക്കി പണിയൊക്കെ അറിയാലോ, നിങ്ങളുടേതാണ് സർക്കാരെങ്കിൽ. എത്ര നാൾ കൂടി. ശരി, ഒന്നാമത്തെ കാര്യം ശ്രീ ഞാൻ പറഞ്ഞു 4 കാര്യങ്ങള് പ്രധാനപ്പെട്ടതുമാണ്. നൗഷാദ് അലി, ബംഗാളില് ഏറ്റവും വലിയ പാർട്ടിയായിട്ട് വരാൻ പോകുന്നത് BJP. 18 എന്നുള്ളത് 22 ആക്കിയാൽ മതി. 4 സീറ്റ് കൂട്ടിയാൽ മതി BJPക്ക് ഒറ്റക്കക്ഷി, ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാൻ കഴിയും. ഒഡീഷയിൽ ഒരു ഓൾട്ടർനേറ്റീവായി വരുന്നു. സർക്കാർ ഉണ്ടാക്കുമെന്ന് പറയുന്നില്ല, പക്ഷെ ഒരു ഓൾട്ടർനേറ്റീവായി മാറാനുള്ള സാധ്യതയെക്കുറിച്ച് കെ വി എസ് വാചാലനാവുകയാണ്. ആന്ധ്രാപ്രദേശിൽ TDP BJP സഖ്യം അധികാരത്തിൽ വരാനുള്ള സാധ്യത, അതിന് സാധ്യതയുണ്ട്. കാരണം TDP അവിടെ YSRCP അവിടെ ആൻറ്റി ഇൻകംബൻസി നേരിടുന്നുണ്ട്. ഹിമാചൽ പ്രദേശിൽ ഭരണം അട്ടിമറിക്കും. നിങ്ങളുടെ വടക്കേ ഇന്ത്യയിലെ ആപ്പീസ് പൊട്ടിക്കും. ഇവിടെ നികേഷ്, നിങ്ങൾ നോക്കൂ, നമ്മളിപ്പോൾ ഇത് പറഞ്ഞ സ്ഥിതിക്ക്, നമ്മൾ ബംഗാളിൻ്റെ കാര്യം നേരത്തെ ചർച്ച ചെയ്താണ്. ഇത് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ BJP എന്നൊരു പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ സദാചാരമില്ലായ്മ നിങ്ങളൊന്ന് ഓർത്തു നോക്കണം. കാരണം ഇവിടെ ബിജു പട്നായിക്കിന്റെ അവസാന കാലഘട്ടം തൊട്ട് ഒറീസയിൽ BJDയും BJPയും തമ്മിൽ സഖ്യമാണ്. BJPക്ക് തൊട്ടുകൂടായ്മയുള്ള കാലത്ത് BJPയെ ഒപ്പം കൂട്ടിയ പാർട്ടിയാണ് BJD. നവീൻ പട്നായിക്കിന്റെ കാലത്ത് അത് ഊഷ്മളമായി. ഇപ്പം നവീൻ പട്നായിക്കിന് ചെറിയ ക്ഷീണം ശാരീരികമായിട്ടൊക്കെ വരുന്നൊരു കാലം വന്നപ്പോൾ ഇവർ പെട്ടെന്ന് സഹായിച്ചവരെ വിഴുങ്ങാനുള്ള ശ്രമം ആ സംസ്ഥാനത്ത് ഹരിയാനയിൽ അത് പറഞ്ഞോളൂ. അതുപോലെ പഞ്ചാബിലെ അകാലിദളിന്റെ സ്ഥിതി ഞാൻ ഓർത്തു പോവുകയാണ്. അകാലിദളൊക്കെ ഏത് കാലം മുതൽ BJPയുമായിട്ട് സഖ്യമാണ്. അതേ അവസ്ഥ തന്നെ തങ്ങൾക്കും വരുമെന്നൊക്കെ ചിന്തിക്കാനുള്ള വിവേകം ചന്ദ്രബാബു നായിഡുവിനെ പോലെ വളരെ ദീർഘമായ രാഷ്ട്രീയ അനുഭവ സമ്പത്തുള്ള ആൾക്കൊക്കെ ഉണ്ടാകുമെന്ന്. ചന്ദ്രബാബു നായിഡുവിന്റെ അനുഭവം എന്താണ് നൗഷാദ് അലി? നിങ്ങളുടെ കൂടെ കൂടി ചന്ദ്രബാബു നായിഡു ഒന്നും അല്ലാതായത് ഇതേ 2019 ഇതേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് നമ്മൾ അദ്ദേഹത്തെ ഒന്നും അല്ലാതായ കണ്ടത്. അല്ല, അത് ജനങ്ങൾ വോട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്, അല്ലാതെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചതിവുണ്ടായിട്ടൊന്നും അല്ലല്ലോ. ഞാൻ BJP എന്നൊരു പാർട്ടി ബോധപൂർവം നടത്തുന്നൊരു വഞ്ചനയുടെ രാഷ്ട്രീയമാണ് ഞാനീ പറയുന്നത്. അവിടെ BJP മത്സരിക്കുന്നത് 10-ൽ താഴെ നിയമസഭാ സീറ്റിലാണ്. ചന്ദ്രബാബു നായിഡു ഇൻ കേസ് അവിടെ അധികാരത്തിലെത്തിയാൽ പോലും BJP വട്ടപൂജ്യത്തിലെത്തിയാൽ അത്ഭുതമില്ല. അവിടെ ലോക്സഭയിലാണ് BJP വിലപേശി 5-6 സീറ്റുകളിൽ മത്സരിക്കുന്നത്. അവിടത്തേക്ക് റിസൾട്ടും ഫലമൊക്കെ എന്താവുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നികേഷ്, ഇന്ത്യ രാജ്യത്ത് ബംഗാളിലൊന്നുമല്ല BJPക്ക് എവിടെയെങ്കിലും ഒരു സീറ്റ് കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ളത് ഒരു പക്ഷേ തെലങ്കാനയിലായിരിക്കും. അവിടെ 4 സീറ്റ് അവർക്കുണ്ട്. ഒഡീഷയിൽ സാധ്യതയുണ്ട്, തെലങ്കാനയിൽ സാധ്യതയുണ്ട്, ബംഗാളിൽ സാധ്യതയുണ്ടെന്ന് BJP അവകാശപ്പെടുന്നുണ്ട്. അല്ല, ഇവിടെ തെലങ്കാനയിൽ ഒരു സീറ്റൊക്കെ ചിലപ്പോൾ വർദ്ധിച്ചാലായി അവിടെ BRS ക്ഷയിക്കുമ്പോൾ അതിൻ്റെ ചെറിയൊരു വിഹിതം BJPക്ക് കിട്ടുമായിരിക്കാം. ചിലപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കണക്കൂട്ടാം. ആന്ധ്രാപ്രദേശിൽ അവിടെ ഏതായാലും ഇവിടെ ഒരു പുതിയ സഖ്യമുണ്ടല്ലോ, സഖ്യത്തിന്റെ മറവിൽ സീറ്റ് കിട്ടിയേക്കാന്നാണ് പ്രകാശ് മാഷാണ് ഇനി പറയേണ്ടത്. ദയവായി തുടരുക, ഇടവേളയ്ക്ക് ശേഷം വരാം. ശ്രീ എം പ്രകാശം മാസ്റ്റർ, 2002 മുതൽ നമ്മൾ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ നരേന്ദ്രമോദിയെ കാണുന്നതാണ്. നേരത്തെ KP നൗഷാദ് അലി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നരേന്ദ്രമോദി ഉണ്ടാക്കുന്ന ആഖ്യാനമാണ് തെരഞ്ഞെടുപ്പുകളിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും പിന്തുടരേണ്ടി വരിക. ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ 2014 അതാണ് നമ്മൾ കണ്ടത്, 2019 നമ്മളതാണ് കണ്ടിട്ടുള്ളത്. ഇത്തവണ അത് ഫലിക്കില്ല എന്നുള്ളൊരു ശാപവാക്കുകൾ മാത്രമാണ് KP നൗഷാദ് അലിയുടെയും താങ്കളുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നോക്കൂ, നരേന്ദ്രമോദി 2014 2019 നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ അവസാന ഘട്ടത്തിൽ വന്ന് നടത്തുന്ന പ്രചരണ പ്രവർത്തനങ്ങൾ അത് ഈ നിഷ്പക്ഷ വോട്ടുകളെപ്പോലും തിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നരേന്ദ്രമോദി ആദ്യഘട്ടത്തിൽ ശരിയാണ്, നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ വികസിത ഇന്ത്യ, സബ്കെ സാത്ത് സബ്കാ വികാസ് ഒക്കെ പറഞ്ഞുവെങ്കിൽ പോലും പെട്ടെന്ന് 2ാം റൗണ്ടിലേക്ക് എത്തിയപ്പോഴേക്കും ഗിയർ മാറ്റിയിട്ട് പോവുകയാണ് ചെയ്തത്. നോക്കൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ട്രെൻഡ് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? എക്സിറ്റ് പോളുകളാണ്. അതായത് ഘട്ടത്തിൽ എക്സിറ്റ് പോളുകൾ നടത്തിയിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ ഇൻ്റലിജൻസിന് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളുടെ റിസൾട്ട് എന്താണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതിനനുസരിച്ചാണ് ഗിയർ മാറ്റുന്നത്, ആക്സിലേറ്റർ കൊടുക്കുന്നത്. ആ നിലയിൽ ആക്സിലേറ്റർ കൊടുത്ത് മുന്നോട്ട് പോകുന്നത് വിജയകരമാണെന്ന് കാണുമ്പോഴാണ് അവസാനം
ആദ്യം നിങ്ങൾ പറയുന്ന വർഗീയ ധ്രുവീകരണമൊക്കെ ആണെങ്കിൽ പിന്നീട് അവസാനം ദൈവിക പരിവേഷത്തിലെത്തിയിട്ടുണ്ടാവുക. അപ്പോൾ കറക്റ്റ് പൾസ് മനസ്സിലാക്കിയിട്ടുണ്ട് നരേന്ദ്രമോദി. ആ പൾസിനനുസരിച്ചാണ് അദ്ദേഹം ഓരോ ചുവടും നീക്കുന്നത്. ഈ മുങ്ങിത്താഴാൻ വേണ്ടി തുടങ്ങുമ്പോൾ അവസാനം ഈ കച്ചിത്തുരുമ്പിനെ ആശ്രയിക്കുക എന്ന് പറയുന്ന നിലയുണ്ടല്ലോ, അതാണ് നരേന്ദ്രമോദി സ്വീകരിക്കുന്നത്. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരിക്കലും കർഷകരുടെ ഇത്രമാത്രം വിപുലമായ നിലയിലുള്ള ഒരു പ്രതിഷേധം ഭരണകക്ഷി ഒരിക്കലും നേരിട്ടിട്ടില്ല. നിങ്ങൾക്കത് ബീഹാറിൽ കാണാം, ഗുജറാത്തിൽ കാണാം, പഞ്ചാബിൽ കാണാം, രാജസ്ഥാനിൽ കാണാം. എത്ര ശക്തമായ നിലയ്ക്കുള്ള എതിർപ്പാണ് ആ സംസ്ഥാനങ്ങൾ ഉയർന്നു വരുന്നത്. ഒരു കാര്യം വളരെ ഉറപ്പാണ്, കഴിഞ്ഞ പ്രാവശ്യം 90-95% സീറ്റുകൾ നേടിയിട്ടുള്ള ഒരൊറ്റ സംസ്ഥാനത്തും ഇത്തവണ BJPക്ക് ആ സീറ്റുകൾ നിലനിർത്താനാവില്ല എന്നുള്ളത് ദേശീയ രംഗത്ത് ഈ രാഷ്ട്രീയം പരിശോധിക്കുന്ന എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. പിന്നെ ബംഗാളിനെ സംബന്ധിച്ച് പരിശോധിക്കും, ബംഗാൾ ഇത്തവണ ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ, ബംഗാളിൽ കുറച്ച് കാലമായിട്ട് സജീവമാകാതിരുന്ന ഇടതുപക്ഷം നല്ലതുപോലെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്ത് വീണ്ടെടുപ്പ് നടത്തിയിരിക്കുന്നു. ഇതും സാർവത്രികമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു കാരണവശാലും ഒരു സംസ്ഥാനത്ത് BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാനാവില്ല എന്നുള്ളത് ആർക്കറിയാതിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് വോട്ടിങ്ങുകളുടെ നില പരിശോധിക്കുമ്പോൾ UPയിലും അതുപോലെ പഞ്ചാബിലും ഡൽഹിയിലും മുന്നേറ്റം ഉണ്ടാക്കാൻ BJPക്ക് ആവില്ല എന്നുള്ളത് ആർക്കറിയാതിരിക്കുന്നത്. അപ്പോൾ ചിത്രം വളരെ വ്യക്തമാണ്. ഒരു കാരണവശാലും നേരത്തെ BJP പറഞ്ഞതുപോലെ 400 സീറ്റുകളിലേക്ക് എത്തുക, ജയിക്കുക, അധികാരം തിരിച്ചുകൊടുക്കുക സാധ്യമല്ലാത്ത നില വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് വളരെ ജുഗുപ്സാവഹമായിട്ട് നിലയിലുള്ള ഇത്തരം കാര്യങ്ങളിലേക്ക് ഈ 400 എന്ന് പറയുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ നരേന്ദ്രമോദിയോട് ചോദിക്കുന്നുണ്ട്. ഈ 400 എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 272 വേണ്ടൂ. 400 എന്ന് പറയുന്നത് മാധ്യമങ്ങളെ, എതിർ രാഷ്ട്രീയ പാർട്ടികളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള BJPയുടെ തന്ത്രമായിരുന്നു. ആദ്യഘട്ടത്തിൽ യഥാർത്ഥത്തിൽ പരിങ്ങി നിന്നു ഇന്ത്യ ബ്ലോക്ക്. അതിൻ്റെ കാരണം അബ് കി ബാർ 400 പാർ എന്ന മുദ്രാവാക്യമായിരുന്നു. അല്ലാതെ സാധാരണഗതിയിൽ ഒരു രാജ്യത്തിലെ പ്രധാനമന്ത്രി തൻ്റെ പാർട്ടിയുടെ സാധ്യതയെക്കുറിച്ച് പറയുമ്പോൾ പ്രതിപക്ഷത്തെ അമ്പരപ്പിക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ഒരു കാര്യം പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവർ യഥാർത്ഥത്തിൽ കണക്കൂട്ടിയ കാര്യമാണിത് സംസ്ഥാനങ്ങളിലാകെ. പിന്നെ സ്വപ്നം കാണാൻ ആർക്കും അവകാശമുണ്ട്. നമുക്കറിയാലോ, കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഞങ്ങൾ കേരളം ഭരിച്ചേക്കും 30 സീറ്റുകൾ കിട്ടിയാൽ എന്ന് പറഞ്ഞിരിക്കുന്നത് BJPയുടെ അധ്യക്ഷനായിരുന്നു. നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ ഒരാൾ ഞാൻ മുഖ്യമന്ത്രിയാകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞൊരു നിലയുണ്ടായി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആരംഭിക്കുന്ന നിലയുണ്ടായി. നമ്മൾ കണ്ടത് എന്താ, ഉള്ള ഒരു സീറ്റ് പോയി എന്ന് മാത്രമല്ല 15% എന്ന സ്ഥാനത്ത് നിന്ന് 12ലേക്ക് താണു. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന KVS ഹരിദാസിൻ്റെ നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് ഹരിദാസിന് എന്തും പറയാം, സ്വപ്നം കാണാനുള്ള അവകാശത്തെ ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് ചെയ്തതിന് ശേഷം CPM സംസ്ഥാന സെക്രട്ടറി ഒടുവിൽ നേരത്തെ പറയാത്തൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് എന്താ, ഇന്ത്യ സഖ്യത്തിന് 300 സീറ്റുകൾ നേടാൻ സാധ്യതയുണ്ട്. ഈ ജൂൺ മാസം 1-ാം തീയതി ഈ സാധ്യതകളെ സംബന്ധിച്ച് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ സഖ്യം യോഗം ചേരുകയാണ്. അതിന് പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഡൽഹിയിൽ. അപ്പോൾ ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് പൊതുവിൽ തന്നെ ഇന്ത്യ സഖ്യത്തെക്കുറിച്ച് നല്ല നിലക്ക് പ്രതീക്ഷ വരുന്നു വന്നിട്ടുണ്ട്. ഇന്ത്യ സഖ്യം ഒരുപാട് മുന്നോട്ടേക്ക് വരുന്നു എന്നുള്ളത് ഇന്ത്യയിൽ ഇന്നത്തെ രാഷ്ട്രീയത്തെ പരിശോധിക്കുന്ന ആർക്കും തന്നെ കാണാൻ വേണ്ടി കഴിയും. 300-ലേറെ സീറ്റുകളാണ് KVS പ്രകാശ് മാസ്റ്ററുടെ ഇന്ത്യ ബ്ലോക്ക് സ്വപ്നം കാണുന്നത്. ഈ മലപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്നൊരു ചൊല്ല് നമ്മുടെ നാട്ടിലുണ്ട് നികേഷേ. പ്രകാശ മാസ്റ്റർ പാർട്ടി മത്സരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് നികേഷിന് അറിയാലോ. AK ബാലൻ പറഞ്ഞു ഈ നമ്മുടെ ചിഹ്നം എങ്ങനെയെങ്കിലും നിലനിർത്തണം ഇത്തവണ, ഇല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ ചിഹ്നത്തിന്റെ പേരും ബാലൻ വിളിച്ച് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആ അവസ്ഥയിലാണ് CPM ഇന്നുള്ളത്. എത്ര സീറ്റ് കിട്ടും എന്ന് നമുക്കറിയാം. കഴിഞ്ഞ തവണ 3 സീറ്റാണ് ഉണ്ടായിരുന്നത്. പ്രകാശ് മാസ്റ്ററുടെ പാർട്ടി ബംഗാളിലെ തിരിച്ചുവരവ് നടത്തുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ബംഗാളില് ശ്രീ KVS ഹരിദാസ് മുർഷിദാബാദ് അടക്കമുള്ള സീറ്റുകളിൽ വലിയ ചലനം ഉണ്ടാക്കാൻ മുഹമ്മദ് സലീം അടക്കമുള്ള വലിയ നേതാക്കന്മാർക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് അവകാശവാദം. ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ നികേഷേ. CPMന്റെ കാര്യം പറയുമ്പോൾ നികേഷിന് വലിയ വിഷമമാണ്, എനിക്ക് മനസ്സിലാവും. പക്ഷേ ഞാൻ പറഞ്ഞത് ബംഗാളിലെന്നല്ല, ഇന്ത്യയിൽ ഒരു സ്ഥലത്തും അവർക്ക് ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ മോശമായ പ്രകടനമായിരിക്കും അവർ കാഴ്ചവെക്കാൻ പോകുന്നത്. കേരളത്തിലെ സ്ഥിതി എന്തായിരിക്കുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് തന്നെയല്ല, ബാക്കി ഇവരിപ്പോൾ വലിയ അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടല്ലോ. അവർക്ക് ആകെ ഒരു ലക്ഷ്യമേ ഉള്ളൂ നികേഷേ, ആകെപ്പാടെ ആ തെരഞ്ഞെടുപ്പ് ചിഹ്നം സംരക്ഷിക്കണം.
അതിനവർ എന്തും ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. എല്ലാ കൂട്ടുകെട്ടുകളും അതിനുവേണ്ടി ഉണ്ടാക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ ജയിച്ചു വരും എന്നൊന്നും വിചാരിക്കേണ്ട. പിന്നെ ഞങ്ങൾ 400 സീറ്റ് എന്ന് പറഞ്ഞത് കണക്കുകൂട്ടലുകളുടെ ഞങ്ങളുടെ ചില വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അത് നരേന്ദ്രമോദിയും അമിത്ഷായും പറഞ്ഞു. അവിടെ മലപ്പൊടിക്കാരനുമില്ല, സ്വപ്നവുമില്ല, ആ മലപ്പൊടിക്കാരന്റെ കലവുമില്ല. അത് നിങ്ങൾക്ക് 4-ാം തീയതി ബോധ്യമാവുന്നു. നിങ്ങൾ സംശയിക്കണ്ട, നിങ്ങൾ ബോധ്യമാവും. നിങ്ങൾ ചാനലിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ, നരേന്ദ്രമോദി 8 വട്ടം പൊട്ടും. പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, നിങ്ങൾ നരേന്ദ്രമോദിയുടെ ചരിത്രം പറഞ്ഞതുകൊണ്ടാണ്, ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടാണ്. 2002 മുതൽ 2019 വരെ ഒരു തെരഞ്ഞെടുപ്പിലും മോഡിയെ തോപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. എങ്ങനെയാ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല? ജയിച്ചത് എങ്ങനെയാണ്? പറഞ്ഞു. സാധാരണ ജനാധിപത്യ രാഷ്ട്രീയ പ്രക്രിയയിലൂടെയാണ് നരേന്ദ്രമോദി 2003 മുതലുള്ള 2019 വരെയുള്ള ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചിട്ടുള്ളത്. എല്ലായിടത്തും വർഗീയ വിഭജനം ഉണ്ടാക്കിയിട്ടുണ്ട്. നികേഷേ, നിങ്ങൾ വർഗീയതയെക്കുറിച്ചൊന്നും നിങ്ങളാരും പറയണ്ട. പോപ്പുലർ ഫണ്ടിൻ്റെ നിരോധനം വന്നപ്പോൾ കേരളത്തിൽ കാട്ടിക്കൂട്ടിയത് എന്താണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. പോപ്പുലർ ഫണ്ടുകാരുടെ പണം വാങ്ങിയിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയവരെ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളെപ്പോലുള്ളവർ പരസ്യമായി നിലകൊണ്ടത് നമ്മൾ കണ്ടിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ വർഗീയ വിഭജനത്തെ കുറിച്ച് പറയുമ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനവും ഇവിടെ എന്തോ കാട്ടിക്കൂട്ടി എന്നൊക്കെ പറയുന്നത് എന്ത് പ്രതിരോധമാണ്? പറയൂ. നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർഗീയ ധ്രുവീകരണം നടത്തിയിട്ടില്ല, രണ്ടാമത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധ്രുവീകരണം നടത്തിയിട്ടില്ല എന്ന് പറയൂ. അതിന് മറുവാദം ഉണ്ടാവുമല്ലോ ഇവിടെ നൌഷാദ് അലിക്കും പ്രകാശ് മാഷിനും. അവര് പറയട്ടെ, നികേഷ് പറയണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അവരെ കൊണ്ട് പറയിപ്പിക്കലാണല്ലോ എന്റെ പണി. മോഡി വിമർശിക്കാൻ അതിന് അത് അവർ പറയട്ടെ. നികേഷ് ഇങ്ങനെ അസ്വസ്ഥമാകാതെ. നരേന്ദ്രമോദി 2002 മുതൽ ഒരൊറ്റ തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടില്ല. എല്ലാ തെരഞ്ഞെടുപ്പിലും ഉജ്ജ്വല വിജയം തന്നെയാണ് അദ്ദേഹം പാർട്ടിക്ക് സമ്മാനിച്ചത്, അദ്ദേഹം സ്വന്തം നിലയ്ക്ക് നേടിയിട്ടുള്ളത്. 2014 അദ്ദേഹം ഡൽഹിയിലേക്ക് വരുമ്പോൾ ഇന്നത്തെ നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ ഞങ്ങളെ വിട്ടു പോയതാ, ഓർമ്മയുണ്ടോ? 2019 ഇന്നിപ്പോൾ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെ ഞങ്ങളെ വിട്ടുപോയി. അവരൊക്കെ ഞങ്ങളുടെ കൂടെ തിരിച്ചു വന്നിട്ടേ ഉള്ളൂ. 2024 ഞങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പലവട്ടം ഞങ്ങളെ കൈയൊഴിഞ്ഞു പോയവരൊക്കെ ഞങ്ങളുടെ കൂടാരത്തിൽ വന്നിട്ടുണ്ട്, ഞങ്ങളോടൊപ്പമുണ്ട്. രാജ്യത്ത് മറ്റൊരു രാഷ്ട്രീയ കാലാവസ്ഥയും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ഇത്തവണ 400 സീറ്റ് ഞങ്ങൾക്ക് ഉൾപ്പെടെ ഞാൻ പറഞ്ഞല്ലോ 2 പേരുകൾ. എല്ലാവരും പോയവരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. ചേർക്കാൻ വേണ്ടി ഞങ്ങൾ പഞ്ചാബിലെ ശിരോമണി അകാലിദളിനെ ഒപ്പം ചേർക്കാൻ ശ്രമിച്ചില്ലേ? നിങ്ങൾ ഒഡീഷയിലെ ബിജു ജനതാദളിനെ ഒപ്പം ചേർക്കാൻ ശ്രമിച്ചില്ലേ? നടക്കാത്തപ്പോഴല്ലേ ഭള്ളു പറയുന്നത്? ഇതൊക്കെ നികേഷിന്റെ അസ്വസ്ഥത കൊണ്ടാണ്. ഞാൻ ഒറീസയെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ, എൻ്റെ നിലപാടൊന്ന് പൂർത്തിയാക്കട്ടെ. ഞാൻ അതുകൊണ്ട് പറയുന്ന 400 സീറ്റ് ഞങ്ങൾ ഇത്തവണ ജയിക്കും, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അതിൽ നിങ്ങൾക്ക് എന്തും പറയാം. ഈ കോൺഗ്രസ്സുകാർക്ക് കഴിഞ്ഞ തവണ 55 സീറ്റുണ്ട്, അതുപോലും ഇത്തവണ ലോകസഭയിൽ ഉണ്ടാകാൻ പോകുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾ 55 സീറ്റ് പോലും ഇത്തവണ ഉണ്ടാക്കാൻ പോകുന്നില്ല. ശ്രീ കെ വി എസ് ഹരിദാസ്, താങ്കളോട് തന്നെ ചോദ്യം തുടരുകയാണ്. നോക്കൂ, നേരത്തെ ശ്രീ നൌഷാദ് അലി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മുൻകാലങ്ങളിൽ നരേന്ദ്രമോദി ആയിരുന്നു അജണ്ട നിശ്ചയിച്ചുകൊണ്ടിരുന്നത്. അവസാന ഘട്ടത്തിൽ പോലും നരേന്ദ്രമോദിയുടെ ചില ആഖ്യാനങ്ങൾ അത് നിഷ്പക്ഷ വോട്ടുകളെ പോലും തിരിച്ചിരുന്നു എന്ന കാര്യത്തിൽ എനിക്കും തർക്കമില്ല. ഇത്തവണയും അതുണ്ടാകും എന്നുള്ളതാണ് ശ്രീ കെ വി എസ് ഹരിദാസിൻ്റെ പ്രതീക്ഷ എന്നും എനിക്കറിയാം. നോക്കൂ, ഈ 7 ഘട്ടങ്ങളായി തിരിച്ചത് ഒരുപക്ഷെ ആ ഘട്ടങ്ങൾക്കിടയിൽ ഇത്രയധികം ഗ്യാപ്പ് നൽകിയിട്ടുള്ളതൊക്കെ തന്നെയും ഓരോ വിഷയമായി ഓരോ ഘട്ടത്തെയും തിരിക്കാൻ വേണ്ടി തന്നെയായിരിക്കും. BJP ആ നിലയിലായിരിക്കാം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത്രയും വലിയ തെരഞ്ഞെടുപ്പ്, ഇത്രയും ദൈർഘ്യമേറിയ ഒരു തെരഞ്ഞെടുപ്പ് വേണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടാവുക. നോക്കൂ, പക്ഷെ അവിടെ ഉന്നയിച്ച വിഷയങ്ങൾ പഴയതുപോലെ കാറ്റുപിടിക്കുന്നുണ്ടോ ശ്രീ കെ വി എസ് ഹരിദാസ്? ഇപ്പോൾ കച്ചിത്തീവ്, മീൻ പൊരിച്ചത്, മട്ടൻ കറി, അങ്ങനെ
താലിമാല, അങ്ങനെ നിരവധി മുസ്ലിം, അതുപോലെ തന്നെ പാകിസ്ഥാൻ, വോട്ട് ജിഹാദ്, ഇതിലൊക്കെ എവിടെയെങ്കിലും ക്ലച്ച് പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കാറ്റ് പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പോൾ മുൻകാലങ്ങളിലായിരുന്നു, പക്ഷേ ഇത്തവണ അതല്ല എന്ന് നമ്മളിതാ ഈ ദിവസങ്ങളിലൂടെ, ഈ മണിക്കൂറുകളിലൂടെ അത് മനസ്സിലാക്കുകയല്ലേ ചെയ്യുന്നത്? അല്ല നികേഷ്, നരേന്ദ്രമോദിയുടെ പ്രചരണത്തെക്കുറിച്ച് നിങ്ങൾ എത്ര മണിക്കൂർ ചർച്ച നടത്തിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്? എത്ര ദിവസം നിങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട്? അത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, നിങ്ങൾ വിമർശിക്കുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ എത്ര ദിവസം ചർച്ച ചെയ്തു? ഞാൻ തന്നെ പങ്കെടുത്തിട്ടുണ്ടല്ലോ ഒരു 10 ദിവസം. നിങ്ങൾ എത്ര മണിക്കൂർ ചർച്ച ചെയ്തു? ഈ വൈകുന്നേരം 8 മണിയുടെ ചർച്ച മാത്രമല്ലല്ലോ, വഴി മുഴുവൻ നടന്ന് ചർച്ച ചെയ്യുന്നില്ലേ മാധ്യമങ്ങൾ? ആ ചർച്ചകൾക്ക് വഴി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദി ഉന്നയിക്കുന്ന വിഷയം രാജ്യം ചർച്ച ചെയ്തു, രാജ്യത്തിന്റെ ശ്രദ്ധയിലുണ്ട് എന്നല്ലേ? എന്താ സംശയമുള്ളത്? ഞാനൊരു കാര്യം കൂടി പറയാം. 2002 മുതൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നരേന്ദ്രമോദി ഉന്നയിക്കുന്ന വിഷയങ്ങൾ കേന്ദ്രീകരിച്ചാണ് വോട്ടെടുപ്പ് നടന്നിട്ടുള്ളത്. അത് തന്നെ 2024 നടക്കും, ഒരു സംശയം വേണ്ട നിങ്ങൾക്ക്. നരേന്ദ്രമോദി ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ ചൂണ്ടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയായിരിക്കും ജനങ്ങൾ ബൂത്തിലേക്ക് പോയിട്ടുണ്ടാവുക. അവരുടെ മനസ്സിൽ ആ വിഷയമുണ്ട്, അവർ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് പോളിംഗ് ബൂത്തിലേക്ക് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഒരാശങ്കയും വേണ്ട. മോഡിയെ വിമർശിക്കാൻ വേണ്ടി കൊണ്ടുവന്ന വിഷയങ്ങളുണ്ട്. ഇപ്പൊ കർഷക സമരം, ഞാനൊരു ഉദാഹരണം മാത്രം പറയാം. കർഷക സമരത്തിൽ കഴിഞ്ഞ തവണ വെസ്റ്റേൺ UP-യിൽ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഏറ്റവും വലിയ സമരം കൊണ്ടുവന്നത്. ടിക്കായത്തിന്റെ നേതൃത്വത്തിൽ ജാട്ട് മേഖലയിലൊക്കെ വലിയ സമരം നമ്മൾ കണ്ടു. കഴിഞ്ഞ വെസ്റ്റേൺ UP-യിൽ എന്താണ് നടന്നത്? ഏതാണ്ട് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ NDAക്ക് കിട്ടിയത് 48% വോട്ടാണ്. 48% വോട്ട്. SP-ക്ക് കിട്ടിയത് 34% വോട്ടാ ഈ സമരത്തിന്റെ പിന്നാലെ പോയവർക്ക്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരാശങ്കയുമില്ല. ഇത്രയും വലിയ കോലാഹലം മുഴുവനും ഉണ്ടാക്കിയിട്ട് ജാട്ട് ബെൽറ്റിൽ പോലും ഞങ്ങൾക്ക് കർഷകരുടെ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞു, അവിടെ സ്വീപ്പ് ചെയ്യാൻ കഴിഞ്ഞു. വെസ്റ്റേൺ UP-യിൽ, ഹരിയാനയിൽ ഞങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കാം, നിങ്ങൾ എന്തെല്ലാം ശ്രമിച്ചിട്ടും പ്രശ്നമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നരേന്ദ്രമോദിയെ ആക്രമിക്കാൻ വേണ്ടി പ്രതിപക്ഷം കൊണ്ടുവന്നിട്ടുള്ള ഓരോ വിഷയങ്ങളും തിരിഞ്ഞു കുത്തിയിട്ടേ ഉള്ളൂ. CAA ഉൾപ്പെടെ ഞാനത് ആവർത്തിക്കുക, CAA ഉൾപ്പെടെ മോഡിയെ ആക്രമിക്കാൻ വേണ്ടി പ്രതിപക്ഷം തെരഞ്ഞു പിടിച്ച വിഷയങ്ങളൊക്കെ തിരിച്ചടിച്ചിട്ടേ ഉള്ളൂ. ഇത്തവണയും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. മോഡി എന്താണോ ആഗ്രഹിച്ചത്, മോഡി എന്താണോ നിശ്ചയിച്ചത്, അതിന്റെ പുറത്താണ് രാജ്യത്ത് ജനവിധി നടക്കാൻ പോകുന്നത്, വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. ശ്രീ നൗഷാദ് അലി, നോക്കൂ, ഇപ്പോ നരേന്ദ്രമോദി ഇല്ലാത്ത BJP-യുടെ സാധ്യതയെക്കുറിച്ചൊക്കെ ആളുകൾ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം 272-ൽ താഴെയാണ് BJP, കേവല ഭൂരിപക്ഷം നേടാതെയാണ് BJP അതിൻ്റെ ടാലിയിലേക്ക് എത്തുന്നത് എങ്കിൽ NDA-യിലെ മറ്റ് ഘടകകക്ഷികൾക്ക് കൂടി സ്വീകാര്യമായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ BJP-ക്ക് മുന്നിൽ വെക്കേണ്ടി. നോക്കൂ, അതല്ലാതെ ഒരു ഇന്ത്യ ബ്ലോക്ക്, നേരത്തെ പ്രകാശ് മാസ്റ്റർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കേണ്ടായി 300+ എന്ന്. ഇന്ത്യ ബ്ലോക്ക് ഇനി അഥവാ കേവല ഭൂരിപക്ഷം എല്ലാവരും ചേർത്ത് നേടുകയാണ് എങ്കിൽ, ഇപ്പോൾ ബിജു ജനതാദളിനെയൊക്കെ വെറുപ്പിച്ചല്ലോ, അപ്പോൾ ബിജു ജനതാദൾ ഇത്രയും കാലം കൂടെ നിന്നതല്ലേ, ബിജു ജനതാദളിനെ ഇപ്പോൾ വെറുപ്പിക്കുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യത്തിന് എനിക്ക് തൻ്റെ പാർട്ടിക്ക് അവിടെ ഒരു ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്ന രീതിയിൽ എമർജ് ചെയ്യാൻ വേണ്ടി ബിജു ജനതാദളിനെയും അതുപോലെ തന്നെ നവീൻ പട്നായിക്കിനെയും തള്ളിപ്പറയുക എന്ന ദൗത്യം നിർവഹിക്കേണ്ടി വരുമെന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. എങ്കിൽ പോലും ഒരു നാണം കെട്ട പാർട്ടിയാണത് എന്നുള്ളതാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത്. എല്ലാ കാലഘട്ടത്തിലും BJP-യിൽ നിന്ന് വിമർശനം ഏറ്റുവാങ്ങും, BJP-യോടൊപ്പം തന്നെ നിൽക്കുകയും ചെയ്യുന്നതാണ്. നോക്കൂ, അങ്ങനെ ഒരു BJP++ എന്ന് പറയുന്ന നിലയിലേക്ക് അധികാരം തിരികെ വരും എന്നുള്ള കാര്യത്തെക്കുറിച്ചും രാജ്യം ചർച്ച ചെയ്ത കാര്യമാണ് ശ്രീ നൗഷാദ് അലി.
ഇവിടെ നികേഷ്, ഞാൻ ഒരു കാര്യം പറയുന്നത്, ഇവിടെ നരേന്ദ്രമോദിയാണ് 400 പാർ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയത്. ആ നെറേറ്റീവിന് ആനുപാതികമായിട്ട് അദ്ദേഹം കണക്കുകൾ നിരത്തുന്നതിന്റെ ഭാഗമായിട്ട് പറഞ്ഞത് കേരളത്തിൽ ഞങ്ങൾ 2 അക്ക സംഖ്യയിലേക്ക് സീറ്റ് നില ഉയർത്തും, തമിഴ്നാട്ടിൽ 2 അക്ക സംഖ്യയിലേക്ക് സീറ്റ് നില ഉയർത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ കേരളത്തിലൊക്കെ BJP 2 അക്ക സംഖ്യയിലേക്ക് സീറ്റ് ഉയർത്തിയിട്ട് 400 പാർ ഒക്കെ കിട്ടുന്നൊരു സാഹചര്യമൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും, അതിൻ്റെ പൊള്ളത്തരമൊക്കെ. അപ്പം അതോടുകൂടി ആ 400 പാറും ഇവരുടെ ഈ വീമ്പും ഒക്കെ നമുക്കങ്ങ് മാറ്റി നിർത്താം. പിന്നെ നേരത്തെ നികേഷ് തന്നെ ഇവിടെ ഉപയോഗിച്ചൊരു യുക്തിയുണ്ട്. അതായത് ഇവിടെ ആദ്യഘട്ടത്തിൽ വികസനമൊക്കെ പറഞ്ഞു നരേന്ദ്രമോദി, സബ്കാ സാത്ത് സബ്കാ വികാസ് പറഞ്ഞു. പിന്നെ ഒരു ഘട്ടം മുതൽ അങ്ങോട്ട് ചില കണക്കുകളൊക്കെ ചോർന്ന് കിട്ടിയത് കൊണ്ടാവണം നിരന്തരമായിട്ട് വർഗീയത പറയാൻ തുടങ്ങിയെന്ന്. ആവട്ടെ, അങ്ങനെ വർഗീയത പറയാൻ തുടങ്ങിയ നരേന്ദ്രമോദി ആ വർഗീയത ഏഷ്യതിൻ്റെ കണക്കുകളും അദ്ദേഹത്തിന് കിട്ടുമല്ലോ. 3-ാം ഘട്ടവും 4-ാം ഘട്ടവും ഒക്കെ കഴിഞ്ഞല്ലോ. അപ്പോഴും അദ്ദേഹം ഈ വർഗീയതയുടെ തോത് കൂട്ടിക്കൊണ്ടുവരാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഈ മുജ്ര ഡാൻസ് എന്നൊക്കെ പറഞ്ഞാൽ മാന്യന്മാർക്ക് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഡാൻസൊക്കെ ആയിട്ടാണ് എൻ്റെ ഒരു അറിവിലുള്ളത്. നമുക്കത് കണ്ടോ ഒന്നും പരിചയമില്ല, ഹിന്ദി സിനിമയിലൊക്കെ നമ്മൾ കേട്ട് പരിചയമുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരെ അദ്ദേഹം അങ്ങ് കടത്തി പറയണമെങ്കിൽ ഈ വർഗീയത പറഞ്ഞിട്ടും ചില പോരായ്മകൾ തങ്ങളുടെ പക്ഷത്തിനുണ്ട് എന്നും അദ്ദേഹത്തിന് ചോർന്ന് കിട്ടിക്കാണും എന്നാണ് എൻ്റെ വിചാരം. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്തോറും ഇന്ത്യ മുന്നണിക്ക് സാധ്യതകൾ തെളിഞ്ഞു വരുന്നു എന്ന് യുക്തിസഹമായി ഞങ്ങൾ ഊഹിക്കാൻ കാരണം. പിന്നെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ 1-ാം തീയതി തന്നെ ഇന്ത്യ മുന്നണി യോഗം ചേരുന്നുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിലുള്ള യാതൊരുവിധ ആശയക്കുഴപ്പങ്ങളും ഇന്ത്യ മുന്നണിയുടെ മുമ്പിലില്ല. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദീർഘകാല രാഷ്ട്രീയമാണ്. ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സ്വഭാവം നിലനിർത്താനുള്ള രാഷ്ട്രീയമാണ്. അതിലെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെക്കാൻ കഴിയുമോ ഇന്ത്യ ബ്ലോക്കിന്? അല്ല, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ യാതൊരു തരത്തിലും ഒരു തർക്കത്തിന്റെ ഒരു അങ്ങനെ ഒരു സ്ഥാനമോഹികളും ഇല്ല. അല്ല, അത്തരം നിങ്ങളുടെ നിന്ദാസ്തുതികളോടൊന്നും എനിക്ക് പ്രതികരിക്കാനില്ല. ഞങ്ങൾ വളരെ ഗൗരവതരമായിട്ടാണ് ഈ രാഷ്ട്രീയത്തെ കാണുന്നത്, ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായ മുന്നേറ്റത്തെ കാണുന്നത്. കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പ് BJP 400 കടന്ന് മുന്നോട്ട് പോവും, പ്രതിപക്ഷം ഒന്നുമല്ലാതാവും എന്നൊക്കെ പറയപ്പെട്ടൊരു തെരഞ്ഞെടുപ്പാണല്ലോ. ഞങ്ങളെല്ലാവരും അതിൻ്റെ കരിനിഴലിലും ആയിരുന്നു. ഇവിടെ തെരഞ്ഞെടുപ്പ് 1-ാം ഘട്ടം കഴിഞ്ഞ് 2-ാം ഘട്ടമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണല്ലോ ഇന്ത്യ മുന്നണിയൊക്കെ ഗൗരവമായിട്ട് നിങ്ങളൊക്കെ പരിഗണിക്കാൻ തന്നെ തുടങ്ങിയത്. ആ മുന്നണിയായ ഞങ്ങൾ ഇങ്ങനെ തന്നെ പോരാടി പൊരുതി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ 1-ാം തീയതിയൊക്കെ യോഗം കൂടുന്നത് ഞങ്ങൾ ജനാധിപത്യപരമായിട്ട് ഇതൊക്കെ ചേർന്ന് ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ളൊരു വലിയ പോരാട്ടത്തിൻ്റെ മാർഗമധ്യയാണ്. അതിനകത്ത് യാതൊരുവിധ സ്വാർത്ഥതക്കും അടിസ്ഥാനമില്ല, സ്ഥാനമില്ല. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ ഇതൊക്കെ തിട്ടപ്പെടുത്തി മുന്നോട്ട് പോകും. പിന്നെ KV സരിദാസൊക്കെ അദ്ദേഹം നിരന്തരം ഒരു കോൺഗ്രസ് വിരുദ്ധത പറയുന്ന ആളാണ്. UP-യിൽ SP അല്ലേ ഉള്ളൂ, കോൺഗ്രസ് ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്കൊരു അത്ഭുതമില്ല. അദ്ദേഹം കേരളത്തിൽ മുമ്പ് എൻ്റെ കൂടെ ഒരു ചർച്ച ചോദിച്ചിട്ടുണ്ട്, എവിടെയാണ് കേരളത്തിൽ കോൺഗ്രസ്, UDF-ന് ലീഗല്ലേ ഉള്ളൂ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുക. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യ രാജ്യത്ത് എവിടെയും കോൺഗ്രസ് ഇല്ല. അടിയന്തരാവസ്ഥ കാലത്ത് ജനതാ വിദ്യാർത്ഥി നേതാവൊക്കെ ആയിരുന്നു അദ്ദേഹം. വല്ല ദുരനുഭവങ്ങളൊക്കെ ആയിരിക്കാം അദ്ദേഹത്തെ കോൺഗ്രസിനെതിരെ ഇങ്ങനെ കിട്ടുന്ന അവസരത്തിലൊക്കെ പകപോക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് കരുതി ഞാനത് വിട്ടുകളയുകയാണ്. കോൺഗ്രസ് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അദ്ദേഹത്തിനെ പോലുള്ളവർക്ക് ഉള്ളിൽ വളരെ കൃത്യമായിട്ട് അറിയാം. പുറത്തത് സമ്മതിച്ചു തരാൻ മടിയുള്ളത് കൊണ്ടാവാം. കോൺഗ്രസ് പ്രകാശ് മാസ്റ്റർ നോക്കൂ, 1-ാം തീയതി യോഗം ചേരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ പ്രതീക്ഷിക്കുക അതിനൊരു നേതൃത്വം ഉണ്ടാകുമെന്നുള്ളതാണ്. 4-ാം തീയതി റിസൾട്ട് വന്നാൽ പിന്നെ അങ്ങോട്ട് സമയം ഒട്ടും ഉണ്ടാകില്ല എന്നറിയാലോ. കാരണം മുർമു എന്ന രാഷ്ട്രപതി സ്വാഭാവികമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെ ക്ഷണിക്കുകയുള്ളൂ. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന് പറയുന്നത് KR നാരായണൻ്റെ കാലഘട്ടത്തിൽ അവലംബിച്ചിട്ടുള്ള കീഴ്വഴക്കമാണ്. അപ്പോൾ ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇതാണ്, ഞങ്ങളൊരു ബ്ലോക്കായിട്ടാണ് മത്സരിച്ചിട്ടുള്ളത്. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് പോലും പറയുന്നത് ഞങ്ങൾ ഇൻറ്റഗ്രൽ പാർട്ടാണ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് തൃണമൂൽ കോൺഗ്രസിനെയും ഒപ്പം ചേർക്കാം, ഞങ്ങളൊരു ബ്ലോക്കാണ്, അതുകൊണ്ട് ഞങ്ങളെ ക്ഷണിക്കണം എന്ന് രാഷ്ട്രപതിക്ക് വേണമെങ്കിൽ ഒരു ഡെലിഗേഷൻ അയച്ച് അറിയിക്കാവുന്നതേ ഉള്ളൂ. അത് ചെയ്താൽ കൺഫ്യൂഷൻ ഒഴിവാക്കാം. പ്രതിപക്ഷത്തിന് വളരെ കൃത്യമായ ഭൂരിപക്ഷം ഉണ്ടായ സ്ഥലങ്ങളിലടക്കം അവരെ ക്ഷണിക്കാതെ BJP-യെ പിൻവാതിലൂടെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഇവിടെ ശ്രമം നടത്തിയിട്ടുള്ളതാണ് BJP-യുടെ മുൻകൈ. ഇന്ത്യയിൽ 7 സ്റ്റേറ്റിൽ BJP-ക്കാർ ഭരിക്കുന്നത് അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായതുകൊണ്ടല്ല. ഇവിടെ ഇറച്ചിച്ചന്തയിലെ പോലെ MLA-മാരെ വിലക്ക് വാങ്ങിക്കൊണ്ടാണ് എന്നുള്ളത് ആർക്കും അറിയാതിരിക്കുന്നത്.
ജനാധിപത്യ മൂല്യങ്ങൾ ഇതുപോലെ വ്യഭിചരിച്ചൊരു ഗവൺമെന്റ് ഇന്ത്യ ചരിത്രത്തിൽ വേറെ ഏതാണുള്ളത്? ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഹരിദാസൊക്കെ പറയുന്നത് കേട്ടാൽ എന്തോ മഹത്തായ കാര്യങ്ങളെ സംബന്ധിച്ചല്ലേ പറയുന്നത്. ഇവിടെ വംശീയതക്കും അതുപോലെ വർഗീയതക്കും എല്ലാ കാലത്തും ഒരു ഘട്ടം വരെ ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി കഴിയും. പക്ഷേ അത് എക്കാലത്തേക്കും തുടരാനാവില്ല. ചരിത്രം അവരെ എക്കാലത്തും അവരെ സംബന്ധിച്ച് പറയുന്നത് ഈ രാജ്യത്തെ നശിപ്പിച്ച ആളുകൾ എന്നുള്ളതിലേക്കാണ്. പിന്നെ നരേന്ദ്രമോദി ചർച്ച ചെയ്യുന്നു. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി പറയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. പക്ഷേ ഇതുപോലെ തരം താണ ഇന്ത്യയിൽ മാത്രം ലോകത്തെവിടെയുമുള്ള ഒരു പ്രധാനമന്ത്രി പറയാത്ത കാര്യങ്ങളല്ലേ നരേന്ദ്രമോദി പറയുന്നത്? അതിനെക്കുറിച്ച് അഭിമാനം കൊള്ളുകയാണോ നമ്മൾ ചെയ്യേണ്ടത്? അപ്പം അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിഗുരുതരമായ വിപത്തിൻ്റെ മുമ്പിൽ മറ്റൊരു കാലത്തുമില്ലാത്ത രൂപത്തിൽ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് യോജിക്കാനുള്ളതായിട്ടാണ് ഇന്ത്യ സഖ്യഭേദം വന്നിട്ടുള്ളത്. ഇവിടെ VP സിംഗിൻ്റെ ഗവൺമെൻറ് വന്ന കാലത്തുള്ളതുപോലെ ഈ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിന് ഒരു പ്രയാസവും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അവരെ ഒന്നിപ്പിക്കുന്നത് മൗലികമായി ഈ രാജ്യം നേരിടുന്ന വിപത്താണ്. ഈ നാടിനെ ജനാധിപത്യപരമായിട്ട് തിരിച്ചുകൊണ്ടുവരണം എന്നുള്ള കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊന്നും ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇത് നടക്കാൻ പോകുന്നു എന്നുള്ള ഭീതി മറ്റൊരു കാലത്തുമില്ലാത്ത പോലെ BJP ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഏതാണ്ട് ഭ്രാന്തമായ നിലയിൽ ഒരു പ്രധാനമന്ത്രിയുടെ വായിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അപ്പോൾ ഏറ്റവും പറഞ്ഞെന്താ എന്നെ ദൈവം അയച്ചതാണ് എന്നാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ അങ്ങനെ പ്രധാനമന്ത്രി എന്നെ ദൈവം അയച്ചിരിക്കുന്നു ഈ രാജ്യത്തെ രക്ഷിക്കാൻ? ഇന്ന് BBC-യിലൊക്കെ വാർത്തയാണത്. യാതൊന്നും അയച്ചെന്നില്ല. അവസാനം ഞാൻ ദൈവത്തിന്റെ അവതാരമാണ് എന്ന് പറയാണല്ലോ. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രാണപ്രതിഷ്ഠ ഉപയോഗിക്കുന്നു, പാടുള്ള കാര്യമാണോ? സീതയുടെ പേര് ഉപയോഗിക്കുന്നു, പാടുള്ള കാര്യമാണോ? രാമന്റെ പേര് ഉപയോഗിക്കുന്നു, പാടുള്ള കാര്യമാണോ? അയോധ്യയുടെ പേര് ഉപയോഗിക്കുന്നു, പാടുള്ള കാര്യമാണോ? അപ്പോൾ ഒരു കാരണവശാലും പാടില്ലാത്ത കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിൻബലത്തോടെ ആശ്രയിക്കാൻ നരേന്ദ്രമോദിയും അതുപോലെ കേന്ദ്ര ഗവൺമെന്റും നിർബന്ധിക്കപ്പെടുന്നത് അവർ പരാജയപ്പെടാൻ വേണ്ടി പോകുന്നു എന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രകാശം മാസ്റ്റർ തന്നെ നൗഷാദ് അലി, KVS ഹരിദാസ് നന്ദി സഹകരിച്ചത്. Debate with MV Nikesh Kumar.